നമ്മളങ്ങനെ പിന്നെയും തിരിച്ചെത്തിയിട്ട് വെച്ചാൽ നമ്മൾ എഫ് സി മൊബൈലിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മളൊന്നും വന്നിട്ടുള്ളത് ഗൈസ്. അപ്പം ഞാൻ മറ്റേ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ എന്താ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു, അത് എഡിറ്റ് ചെയ്യാൻ കുറേ ടൈമുണ്ട് ഗൈസ്. അത് എഡിറ്റ് ചെയ്ത് പണിയാണ്, അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം പിടിക്കുന്നത്, ഇടാനും നേരം പിടിക്കുന്നത്. ഗൈസ് എന്താ പ്ലെയർ, ഓ പാക്ക് ഓപ്പൺ, എനിക്ക് നല്ല പ്ലെയർ ആവണേ. ഓ RBRB, ഓ അത് ഗൈസ് 99 പ്ലെയറാണ് ഗൈസ്, കുഴപ്പമില്ല, ഏതൊരു ഫോട്ടോ പ്ലെയറാണ്. നമുക്ക് കുറച്ച് പാക്കൊക്കെ ഓപ്പൺ ചെയ്യണം. പിന്നെ അതിൻ്റെ ശേഷം ഗൈസ് ഒരു മിനിറ്റ്, അതിന് ശേഷം എന്താ ഞാൻ കാണിച്ചുതരാം. കളക്ട് ഞാൻ ഇന്നലെ കറക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീട്ടിലെടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഒരു 105ൻ്റെ പ്ലെയറിനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, CAM ആണ്. ടീമും സ്ക്വാഡൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഗൈസ് പ്ലെയർ, കുഴപ്പമില്ലാത്ത പ്ലെയറെ തോന്നുന്നു ഗൈസ്. ഇതെങ്ങനെയാണ്, അടിപൊളി പ്ലെയർ ആണോ എന്ന് അറിയത്തില്ല ഗൈസ്, ഇത് കളിക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ കാണിച്ചാൽ എൻ്റെ സ്ക്വാഡ്, ഇതാണ് എൻ്റെ സ്ക്വാഡ്, ഇതാണ് എൻ്റെ സ്ക്വാഡ് ഗൈസ്. ഞാൻ ആ ഒരു CAMനെ ഇവിടെ ഇട്ട് എത്ര കിട്ടും നോക്കട്ടെ. ഓഹ് കുറയും ഗൈസ്, RB ഇട്ടാലോ കൂടും. ഓ 96 കിട്ടുന്നുണ്ട് ഗൈസ്, അത് മതി. നമുക്ക് ഇവനെ വിൽക്കാൻ പറ്റും നോക്കട്ടെ. വിറ്റിട്ട് ഇവനെ കൊണ്ട് ഇപ്പോൾ ഷാർട്സ് എത്ര കിട്ടും നോക്കട്ടെ ഗൈസ്. ഇവന് ഷാർട്സ് ആക്കിയാൽ എത്ര കിട്ടും നോക്കട്ടെ. 1000 ഷാർട്സ് അല്ലേ, 1000 ഷാർട്സും കൊണ്ട് ഏകദേശം 1000 ഷാർട്സ് നോക്കാം എത്ര രൂപ പൈസ കിട്ടുന്നുണ്ടോ നോക്കാം ഗൈസ്. എത്ര കോയിൻസ് അല്ല, ഇവനെ വിറ്റോ 25 മില്യൺ, 24 മില്യൺ ഇതുണ്ട് കേട്ടോ, ആൾക്കാരുണ്ട് ഗൈസ്. ഇവൻ സെറ്റാണ് CAM, 24 മില്യൺ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കാർഡ്. പക്ഷേ ഈ കാർഡ് കയ്യിൽ വെച്ചിട്ട് മറ്റേതിൽ 1000 ഷാർട്സ്, ഇത് 25 മില്യൺ ലാഭമാണോ ഗൈസ്? എന്ത് വേണം? ഓ കൺഫ്യൂഷൻ ഗൈസ്. വിൽക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. 24 മില്യണും 41 മില്യണും കൂടും അത്യാവശ്യം, നമുക്ക് പ്ലെയറിനെ മേടിക്കാമല്ലോ. ഓക്കെ, നമ്മൾ സെല്ല് ആട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സ്ട്രാ ടൈം പോയിട്ട് കുറച്ച് പാക്ക് ഓപ്പൺ ചെയ്യാം. ജംസ് വെച്ചിട്ട് ഗൈസ്, ജംസിലുണ്ടെന്നോ ഗൈസ്, നല്ല അടിപൊളി കിട്ടാറുണ്ട്. ഓക്കെ ഒരു മിനിറ്റ് ഗൈസ്. ഓ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സംഭവം. ഓക്കെ, അത് പാട്ട് പോയത് എന്താണെന്ന് ഞാൻ വിചാരിച്ചത് ഗൈസ്. നോക്കട്ടെ, ആ ട്യൂണ് പോയി. ഞാൻ എക്സ്ട്രാ ടൈമിൽ പോയിട്ട് 2000 ഷാർട്സിന് കിട്ടും. ഒരു മിനിറ്റ്. ഓ സെല്ലാവല്ലേ, എടാ അത് സെല്ലാടാ, അത് പോയി ഗൈസ്. അത് ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല ഗൈസ്. ഷാർട്സ് വേണ്ട, നമുക്ക് ജംസ് വെച്ച് കറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മാച്ച് കളിക്കാം ഗൈസ്. എൻ്റെ സ്കോഡ് വെച്ചിട്ട് പിന്നെ ഞാനൊരു UT എന്തോ ഒരു പറയല്ലോ ഗൈസ്, ടോട്ടിയോ UT അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് വെച്ചിട്ടൊന്ന് കറക്കി വെക്കും. അത് വെച്ച് കളിച്ച് വെക്കും. വേറൊരു ടീമുണ്ട്, എൻ്റെ ടീമല്ല, നമുക്ക് എടുക്കാം ഗൈസ്. ഇവനായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് തോന്നുന്നത്, ഇവനെടുക്കാം. പിന്നെ നമുക്ക് ഇതാണ് പറഞ്ഞത്, എനിക്ക് അത്യാവശ്യം നല്ല അടിപൊളി പ്ലേയേഴ്സിനെ കിട്ടാറുണ്ട് ഗൈസ്. എനിക്ക് 111ൻ്റെ 3000ൻ്റെ സ്പിന്നിൽ എനിക്ക് 111ൻ്റെ ഒരു പ്ലെയറിനെ കിട്ടി ഗൈസ്. CAM മുസ്ലിനെയോ അങ്ങനെ എന്തോ ഒരു പേരുള്ള പ്ലെയറിനെ കിട്ടി ഗൈസ്. അതിനായിട്ട് കാട്ടുന്ന ട്രിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതൊന്നല്ല കിട്ടാറ്, ഇതെന്നാണ് എനിക്ക് 105ൻ്റെ പ്ലെയറിനെ കിട്ടി ഗൈസ്. ഞാൻ അതിനായിട്ട് ഇങ്ങനെ ആക്കും, ഡെയിലി പിക്സ് ഇങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആക്കും. നല്ല അടിപൊളി പ്ലേയേഴ്സ് ഓ ഓക്കെ. 5 ഷാർട്സും കൊണ്ട് ഗുണമുണ്ടോ? 101ൻ്റെ ഒരു കാർഡുണ്ട്, 101ൻ്റെ കാർഡ് എടുക്കായിരിക്കും നല്ലത്. ഷാർട്സ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ പറ്റില്ല, ജംസില്ല. ഓക്കെ ജംസില്ല ഗൈസ്. ഇനി നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ നമുക്ക് ജംസ് ഇത് കളക്ട് ചെയ്യാം ഗൈസ്. ഇവരൊക്കെ ഷാർട്സ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓ ഇവൻ്റെ പൊസിഷൻ നോക്കട്ടെ. റൈറ്റ് മിഡ് നമുക്ക് റൈറ്റ് മിഡിനെ മേടിക്കണം. സത്യം പറഞ്ഞാൽ റൈറ്റ് മിഡ് ഇല്ല,
LB ഇല്ല ഗൈസ്. നമുക്ക് എക്സ്ചേഞ്ച് പോയിട്ട് ഒന്നും കൂടി ഷാർട്സ് എത്ര കിട്ടും നോക്കാം. 100 ഷാർട്സൊക്കെ വെച്ചിട്ട് 300 ഗൈസ്. 450 300 കിട്ടത്തില്ല ഗൈസ്. ഷാർട്സ് കിട്ടത്തില്ല. വേണ്ട നമുക്കൊരു മാച്ച് കളിക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ് ഇതാക്കിയിട്ട് കുറച്ചും കൂടി ഡയമണ്ട് കിട്ടാൻ ലെവലപ്പ്. അത് പറ്റത്തില്ല കാരണം ഇതിൽ പ്ലെയേഴ്സ് കമ്മിയാണ്. അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ പിന്നെ ഇപ്പോൾ മാസ്റ്റർ ഇൻ സ്പോർട്സ് ഫുട്ബോൾ സെൻട്രലിൽ പോയിട്ട് എന്ത് സംഭവം ചെയ്യേണ്ട ഗൈസ്. ക്ലബ് ചലഞ്ചാ ഇതെന്ത് സംഭവം. ഞാനൊരു റിയൽ മാഡ്രിഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതെന്ത് സംഭവം എന്ന് മനസ്സിലായത്. ഇത് കളിച്ചു നോക്കാം. കൺഫേം. ഇതെന്താ ഇതേപോലെ വേറെ ടീമിൽ ഞാനുണ്ട് ഗൈസ്. എന്തോ യൂട്ടോട്ടിയോ. ഇത് ഇന്നത്തെ വീഡിയോ കുറച്ച് നേരം ഉണ്ടാവും ഗൈസ്. ഒരു 15 മിനിറ്റ് അടുത്ത് ഉണ്ടാവണം ഗൈസ്. മിക്കവാറും പൊട്ടും. നമ്മുടെ കുഴപ്പമില്ലാത്തൊരു കളിയുണ്ട്. റിയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് ആവും മിക്കവാറും. എൻ്റെ മറ്റേ അക്കൗണ്ട് പോയി ഗൈസ്. ഞാൻ ഗസ്റ്റ് അക്കൗണ്ട് ആയിരുന്നു കൊടുത്തിരുന്നു. ഒരു 160 അക്കൗണ്ട് ഉണ്ടായിരുന്നു, പോയി ഗൈസ്. വരുന്നില്ലല്ലോ. റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ ഗൈസ്. വരുന്നില്ല. ആനിമേഷൻ ഏതാ ഗൈസ്? ആനിമേഷൻ സെറ്റ്. എംബാപ്പെ ഗൈസ്. സെറ്റ് എംബാപ്പെ വിനീഷ്യസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഓർഡറിൽ അരയ്ക്കുക. ഓർഡറിൽ കുഴപ്പമില്ല ഗൈസ്. ഏത് ആനിമേഷൻസൊക്കെ മോനെ. ഈ ട്യൂണിന് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ശരിക്കും അതിലേക്ക് പോയ പോലെ. ജഡ്ജാതി കളി. ലാഗ് നിക്ക് ഗൈസ്. ഇത് കളിക്കാൻ പറ്റുന്നില്ലല്ലോ. നിക്ക് ഇതിലിട്ട് കളിക്കാമായിരിക്കും നല്ലത്. നമുക്കൊരു ഡബിൾ അറ്റാക്ക് ഇട്ടിട്ട് പോവാം ഗൈസ്. പഠിപ്പിക്കാം. ട്രാക്കിൾ ചെയ്ത് വിടണം. ഗൈസ് ചെറിയ ലാഗ് ഉള്ള പോലെ. ഗൈസ് ക്ലിയർ ചെയ്ത് വിട്ടു ഗൈസ്. തോക്കത്തില്ല എന്തായാലും. നമുക്ക് ആർക്കൊരാൾക്ക് റേഞ്ച് കമ്മിയുണ്ടല്ലോ ഗൈസ്. അതുകൊണ്ടാണ് അത്ര ലാഗ്. അവർക്കാണ് തോന്നുന്നു ഗൈസ്. സോറി, അവർക്കല്ല, അവർക്കാണ് തോന്നുന്നു ഗൈസ്. ജി കെ കളിക്കാൻ പിക്കല്ല. ജി കെ പാട്ടൊക്കെ വന്നു ഗൈസ്. സ്കില്ല്. ആൻഡ് മെസ്സി. ഞാൻ റൊണാൾഡോ ആണ് ഗൈസ്. നമ്മുടെ അണ്ണ റൊണാൾഡോ ആണ്. മെൻഡ്രസ് അല്ല. സോറി മെൻഡ്രസ് അല്ല. ഇപ്പറ കളിക്കരുത്. പാസ് കളിക്കാം. നമുക്ക് ഇവന് ട്രാക്ക് ചെയ്യേണ്ടി വരും, അല്ലാതെ നടക്കത്തില്ല. നമുക്ക് ഇവന് ട്രാക്ക് ചെയ്യാം. ഇവന് നോക്കണം. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് നമ്മൾ ത്രോ കൊടുത്തിട്ടുണ്ട്. കീപ്പർ. ഓക്കെ ഗോൾ ഗൈസ്. ചമ്മി നമ്മൾ. ഓ മൈ ഗോഡ്, നമ്മൾ ചമ്മി ഗൈസ്. ആനിമേഷൻ മതി. ചടപ്പിക്കല്ലേ. ഞാൻ ഗൈസ് കളി തുടങ്ങാൻ പോകുന്നത്. സെറ്റ്. ഒരു ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ് ഏതാണെന്നറിയോ? മാസ് കളി. ഗൈസ് ഫൗളുണ്ട്. ഫൗളല്ലേ? വേഗം ഗൈസ്. അവൻ നമ്മളതാക്കുന്നുണ്ടാ? ഗോള് പറഞ്ഞ് കളിയാക്കുക ഗൈസ്. എന്താ ചടപ്പിക്കുന്നത്?
ഇതാണ് ഫൗള് കളിയാക്കുന്നുണ്ടാ. ഇത് ഞാൻ അവനുള്ള തിരിച്ചടി കൊടുത്തേ കാര്യമുള്ളൂ. ട്രാക്കിൽ ചെയ്ത് വിട്ടു മോനെ, ഇത് എൻ്റെ ടീമല്ലല്ലോ. എംബാപ്പെ, വിനീഷ്യസ് മോനെ, പോടാ. ക്ലിയർ ചെയ്ത് വിട്ടോ, കാര്യമില്ല. കീപ്പറെ പിടിക്കരുത്. നമുക്ക് അടിച്ചു വിട്ടാം ഗൈസ്. കളി തന്നെ. ഓക്കെ, കയറി ഒന്ന് ട്രാക്കിൾ ചെയ്ത്. ക്ലിയർ ചെയ്ത് വിടാണല്ലോ. പിടിക്കണ്ട. 65 മിനിറ്റ്. ഗൈസ് നമ്മളിത് മൂഞ്ചി. ഓ എടാ, ഗോൾഡല്ലേ. എന്താ ഓക്കെ ഫൗൾ. മക്കാട്ട് ഫൗൾ ഗൈസ്, അതുകൊണ്ട് സീല്ല. ഓക്കെ നിൽക്ക്. കീപ്പറെ കളിക്കല്ലേ കേട്ടോ. കീപ്പറെ പിടിപ്പിച്ചോണ്ടു. GK പന്തേ പോലെ ആരുടെച്ചാ നമ്മക്ക. ഇവനിടുക, ഇവ അങ്ങോട്ട് ഇടുക. എടാ അപ്പേക്ക് ഇവര് വന്ന് ഡിഫൻസ് ചെയ്യുന്നുണ്ടടാ. എംബാപ്പയ്ക്ക് ഒന്ന് കിട്ടിയാൽ മതി മോനെ. എടാ ഇവന്മാരത് ക്ലിയർ ചെയ്ത് വിടുകയാണല്ലോ. ഗൈസ് ഗോൾ ഇട്ടിട്ടുണ്ട്. എവിടെ നിന്നാ ഗോൾ ഇട്ട് നോക്കണം ഗൈസ്. അവന് ഭയങ്കര തുമ്മായിരുന്നു, എന്തൊക്കെയായിരുന്നു ഗൈസ്. നമുക്ക് അവൻ ഇമോട്ടടിച്ച് എവിടെ നിന്നാ ഗോൾ ഇട്ട് കാണാം, ബോക്സിൻ്റെ പുറത്തുനിന്ന്. ഒരു മിനിറ്റ് ഗൈസ്, ഇനി കുറച്ച് ഇമോജി മഴയാണ്. ഇനി ഡിഫൻസ് ഇത്തിരി കൂട്ടിയിട്ട് കളിക്കാം. ഞാനാണ് അവൻ്റെ കളി എനിക്ക് കാണണം മോനെ. അവൻ പേടിച്ച് അവൻ പേടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ട്രാക്കിൾ ചെയ്ത് വിട്ടണ്ടേ. 90 മിനിറ്റിൽ 1-1. അവനെ ഇമോജി ഇട്ട് കൊടുക്കണം. സോറി മാറിയതാണ്. സമനില അവന്. എന്താ മച്ചിട്ട് പച്ചാസിത്താത്ത. കളിപ്പിക്കാണ് കേസ് അവൻ. ഓഹോ ഗൈസ്, അവൻ കളിപ്പിക്കാൻ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മളും കളിപ്പിക്കും ഗൈസ്. ഓ അവൻ ഇറങ്ങിപ്പോയി ഗൈസ്, അവൻ പേടിച്ചിറങ്ങിപ്പോയി. ഓ വേണ്ട, നോ. ഓക്കെ കളി കഴിഞ്ഞു ഗൈസ്. എക്സ്ട്രാ ടൈം എക്സ്ട്രാ ടൈം തരല്ലേ. പെനാൾട്ടി ആണോ? പെനാൾട്ടി അണിച്ചാൽ പൊട്ടി. കാണിച്ചാൽ എനിക്ക് പെനാൾട്ടിയിൽ കീപ്പർക്ക് അറിയത്തില്ല ഗോൾ ഇടാ. നമ്മുടെ കീപ്പർ എങ്ങനത്തെ കീപ്പറാന്ന് അറിയത്തില്ല ഗൈസ്. പിന്നെ ഒന്ന് ട്രാക്കിൾ ചെയ്താണ്ട് വിട്ടുക. ഗൈസ് അവൾ ജാൻസിലിൻ്റെ കൈ മാറിയുണ്ട് ഗൈസ്. താങ്ക് യു ബ്രോ. ഗൈസ് 2-0. അവൻ ഇറങ്ങിപ്പോയാലും വേണ്ടില്ല, അതൊക്കെ അത്രേ ഉള്ളൂ. ഗൈസ് അവൻ ഇമോജിട്ട് ഗൈസ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പ്ലെയേഴ്സിനെയും കിട്ടിയിട്ടുണ്ട്. എന്താണ് ബ്രോ എംബാപ്പെ, മെസ്സി ഗൈസ് ഞാൻ വെറുതെ കാണിച്ച മെസ്സി ഒന്നുമില്ല. ഓ കഴിഞ്ഞു ഗൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കളിയായിരുന്നു.
നമ്മളൊന്ന് ഇതാക്കുകയൊക്കെ ചെയ്തു ഗൈസ്, കളിയാക്കുകയൊക്കെ ചെയ്തു. അതിനുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സെറ്റായി. ഈ ആനിമേഷനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. സെറ്റാണ് ഗൈസ്. ഒന്ന് വരട്ടെ. റേഞ്ച് കമ്മിയായി. എന്ന് റേഞ്ച് മിസ്സായി. ഇപ്പോൾ റേഞ്ച് വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളെ പിന്നെയും തിരിച്ചെത്തി. അതിൽ നമ്മൾ ജയിച്ചു ഗൈസ്. ലാഗായി. ഞാൻ പിന്നെ അത് ബാക്ക് അടിച്ചു. അത് ഞാൻ ജയിച്ചിട്ടുണ്ട്. അതിനും 3 ലെവൽ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അത് ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ തരണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇടണ്ട് യൂട്യൂബിൽ. ഇപ്പം ഞാൻ വേറെ ഫുട്ബോൾ സെൻറ്ററിലൊരു കളി കളിക്കുകയാണ്. ഫുട്ബോൾ സെൻറ്ററിൽ ഒരു റൈറ്റ് മിഡ് ഉണ്ട് ഗൈസ്. ഒരു റൈറ്റ് മിഡ് അല്ല, സോറി, എന്തായിരുന്നു പറയുക ഗൈസ്. നല്ല ചാൻസാണ് ഗൈസ്. മറ്റേ നമുക്കൊരു ഇതിനെ മേടിക്കണം. മറ്റേ ഗൈസ് എന്തായാലും പറയാ, ഒരു സ്കില്ലില്ല. ലൂക്കാക്ക ഫൗള്. എനിക്കാണ് ഫൗള്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കളി കൊണ്ട് കളിച്ചു. 22 മിനിറ്റായി. ഇത് ഹാഫ് എന്നാണ് കളി തുടങ്ങുക. എനിക്ക് ഓൾറെഡി ഒരു പോയിൻ്റ് ഉണ്ട്. എടാ ഒന്ന് പോയിടുക്കടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ വേഗം കളിക്കാം. ഞാൻ എന്തായാലും ഇത്തിരി സ്പീഡിലിടാം ഗൈസ്. ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടായിരിക്കും മറ്റേ കളിയൊക്കെ ഇടുക. കാരണം ഓവർ ലെങ്ത് ആയിരിക്കും വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ കളി ജയിക്കണം. അവന് കിട്ടി. അവൻ ഗോൾഡ്. ആ ജാക്സണോ എന്താ അവൻ്റെ പേര്? കൊടുക്കരുത്. ലൂക്കാക്ക നിന്നെ കൊണ്ട് കളിക്കുള്ളൂ. കറക്റ്റ്. എന്താ അവൻ്റെ പേര്? കിഡ്നിയോ? അവൻ്റെ കൈക്കാണ് കറക്റ്റ് പോയത്. ത്രൂ വരുന്നത് നല്ലൊരു അത്. അപ്പോഴേക്ക് അവൻ്റെ കാലുമ്പോൾ തട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ട്രാക്കിൾ ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, നമുക്കത് എടുക്കണം. വേണ്ട. GKS 90 മിനിറ്റിന് ഗോൾഡ്. നമുക്കത് തിരിച്ചെടുക്കാം. ഗൈസ് ഇത് പോയി 1-1. ഇതിൽ എക്സ്ട്രാ ടൈം ഒന്നും തരത്തില്ല ഗൈസ്. വേണ്ട ഗൈസ്, എനിക്ക് ഈ CB വേണം. ഡിഫൻസൊക്കെ പൊട്ടന്മാരാണ്. ഇവർ ഷാർട്സ് ആക്കാൻ പറ്റുമോ നോക്കണം. ആദ്യം ഞാൻ ഈ CB എടുക്കാം ഗൈസ്. വീഡിയോ ഓവർ ലെങ്ത് ആവാതിരുന്നാൽ മതി. അത്യാവശ്യം സ്പീഡ് കൂട്ടിയിടാം. നോർമൽ സ്പീഡായിരിക്കില്ല നിങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഒരു നോർമൽ സ്പീഡിലാണ് കളിക്കുന്നത് ഗൈസ്. കാണുമ്പോൾ മോനെ ഞാൻ തമ്മിലൊക്കെ സെറ്റാക്കാൻ പഠിച്ചിട്ടുണ്ട്. അടിപൊളി തമ്മിലൊക്കെ സെറ്റാക്കണം. ഞാൻ മറ്റേ ഗൈസ് ഇതൊക്കെ വെച്ചിട്ട് ഇറേസർ നമ്മളിങ്ങനെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇതിലങ്ങനെ ഇടണമെന്നുണ്ട് ഗൈസ്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം. ഇതാണ് വെട്ടിക്ക. ലൂക്കാക്ക ഗൈസ് തടുത്ത്. കീപ്പർ ഒന്ന് കുഴപ്പമില്ല. എൻ്റെ കോർണർ കണ്ടിട്ടില്ലേ നിങ്ങൾ? കിട്ടുക ഞാൻ കാണിച്ചു തരാം. അതാ ഗൈസ്, എൻ്റെ കോർണർ ഇതൊന്നല്ല. ഞാൻ കോർണറിന് എൻ്റെ പഴയ അക്കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡിയാഗോ ജോട്ട മരിച്ചില്ലേ ഗൈസ്? 104 അവനെ കളയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഗൈസ്. അക്കൗണ്ട് തന്നെ പോയി കിട്ടി. അതാ ആ അക്കൗണ്ട് അടിപൊളിയായിട്ട് ഞാൻ കോർണർ കളിച്ചിരുന്നു. അവൻ റൺ ചെയ്തെടുക്കട്ടെ ഗൈസ്. അവൻ വരുന്നു എനിക്കറിയാം. സൈഡ് എനിക്കറിയാം. സൈഡ് ആളുണ്ട്. ഉള്ളു അവന് കൊടുക്കാണ്. ഉള്ളു കയറാൻ സമ്മതിക്കരുത് ബ്രോ. പാസ് കൊടുത്ത് മാറി ഗൈസ്. നമുക്ക് വന്ന് മാക്സിമം ട്രാക്കിൾ ചെയ്ത് കിട്ടണം. കളി. ഡിഫൻസ് കൂട്ടി വാ. ഡിഫൻസ് കൂട്ട്. കട്ട ഗൈസ്. ഇതെടുക്കാൻ സമ്മതിക്കരുത് ഗൈസ്. ഒരാളുള്ളു പോ. അവനൊന്ന് ട്രാക്കിൾ ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ. അവനല്ല ടീമൊക്കെ ഒരുത്തനെ നമ്മളൊന്ന് ട്രാക്കിൾ ചെയ്ത് വിട്ടു. നമ്മുടെ ടീമാണ്, അതാണ് എനിക്ക് പേടി. ജയിച്ചിട്ടുണ്ട്. എനിക്കാകെ കുറച്ച് നേരം കളിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഞാൻ ഡിഫെൻസ് ചെയ്ത് കളിച്ചു. ഒരു ഗോൾ ഓൾറെഡി അവർ തന്നിട്ടുണ്ട് ഗൈസ്.
സക്സസ്ഫുൾ. ഇനി ഷാർട്സ് കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇന്ത്യയിലുള്ളൊരു പ്ലെയറിനെ ഷാർട്സ് ആക്കാൻ പറ്റുമോ നോക്കാം. എനിക്ക് ഒന്നാമത് ഇഷ്ടമല്ല, വെറുതെ ഗൈസ് ഈ കണ്ട തന്നെ കാണാൻ ഗൈസ് ചടപ്പാണ് ഗൈസ്. CB ഇപ്പോൾ ഏതാ എൻ്റെ കയ്യിൽ പൊട്ടനായിട്ടുള്ളത്? 102 ഒരു CB, 103 CB ഉണ്ട് അവിടെ. ഓക്കെ, എന്നിട്ട് അവൻ ട്രേഡബിൾ പ്ലെയറാണ് നോക്കണം. CB ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്യാം, ഒരു 2 ലെവൽ. കാരണം ഇതിൽ പ്ലെയേഴ്സ് കമ്മിയാണ്. ഇത്ര മതി ഗൈസ്, കാരണം ഇതിൽ പ്ലെയേഴ്സ് കമ്മിയാണ്. അതുകൊണ്ടാണ് ഈ 102 ഇവൻ എനിക്ക് വിൽക്കണതിന് ഒരു ലൈറ്റ് മിനിറ്റിനെ കിട്ടണം ഗൈസ്. ഞാൻ മാർക്കറ്റ് പോയിട്ട് എത്ര പ്ലെയേഴ്സിനെ വിൽക്കാൻ പറ്റും നോക്കട്ടെ. അടിപൊളി. അവർ 100 പ്ലെയറിനെ വിൽക്കാൻ പറ്റത്തില്ല, CM അല്ലേ, അവന് ആവശ്യമില്ല. നമുക്ക് ഷാർട്സ് ആക്കാം, ഷാർട്സ് ആക്കി കളിക്കാം. ഇങ്ങനെ പോയാലൊരു 400 കിട്ടും ഗൈസ്. 450, 400, 850 ഗൈസ്. കുറച്ചും കൂടി ഷാർട്സ് നിങ്ങൾക്കിപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും അടിപൊളി പ്ലെയറിനെ കിട്ടും. അങ്ങനെ ഞാൻ 2000 ഷാർട്സ് ആക്കിയിട്ടുണ്ട്. കുറേ 1-2 പ്ലേയേഴ്സിനെയൊക്കെ വിറ്റിട്ടാണ് ഗൈസ് ഷാർട്സ് ആക്കിയിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും കിട്ടുമോ എന്നറിയത്തില്ല. എനിക്ക് ഇന്നാണ് ഒരു 105 108 പ്ലെയറിനെ കിട്ടിയത് ഗൈസ്. ഞാൻ ഒരു 101 പ്ലെയറിനെയൊക്കെ വിറ്റിട്ടാണ് ഇപ്പോൾ അത് ഷാർട്സ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഗൈസ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കായതുകൊണ്ട് നോക്കട്ടെ ഗൈസ്. കുറച്ച് നേരം ഇങ്ങനെ ആക്കിയാൽ മതി, ചിലപ്പോൾ നല്ല അടിപൊളി കിട്ടും. ചിലപ്പോൾ ഗൈസ് ലക്ക് ഉണ്ടാവും, ചിലപ്പോൾ 90 പ്ലെയറിനെ കിട്ടും, പറയാൻ പറ്റത്തില്ല. അല്ല, എനിക്ക് കിട്ടിയില്ല. ഗൈസ് ഞാൻ നോക്കാം. ഓക്കെ, ശബ്ദം കൂട്ടിയിട്ടുണ്ട്. 102 സ്ട്രൈക്കർ. ഏത് കാർഡാണ് ഗൈസ്? അടിപൊളി. ഗൈസ് അടിപൊളി കാർഡ് ഏതാ? 102 സ്ട്രൈക്കർ. 101 102 റെഡ് കാർഡാണോ ബ്ലൂ കാർഡാണോ നല്ലത്? ഇതെടുക്കാം ഗൈസ്. അല്ലാതെ LBന് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ LBന് ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട്, സ്പെയിനത്തെ. വേറെ സ്ട്രൈക്കറിനെ കൊണ്ട് ആവശ്യമില്ല. ഓക്കെ, ഇതിന് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്, ഇതെടുക്കാം. ഇനിയില്ല, ഇനി ഷാർട്സ് ആക്കാനൊന്നുമില്ല. ഇല്ല ഗൈസ്, ജംസും ഇല്ല. ഓക്കെ, ഈ 300 ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ LBനെ ഇടാം ഗൈസ്. ഞാൻ LBനെ മേടിക്കാൻ നിൽക്കുകയായിരുന്നു, ഓഫർ എടുക്കാൻ മറന്നു. വേറെ ഏതെങ്കിലും പ്ലെയർ അതിൻ്റെ ഒപ്പം വന്ന് കിടപ്പുണ്ടോ എന്ന് അറിയത്തില്ല. ഇല്ല ഗൈസ്, ആനിമേഷൻ കാണണം. വേണ്ട ഗൈസ്, ആനിമേഷൻ കാണണ്ട, പൊട്ടനാണ്. വേണ്ട, നമുക്ക് കാണണ്ട. നമുക്കൊരു ഇവനെ വിൽക്കാൻ പറ്റുമോ നോക്കാം. 105 ആയിട്ടുണ്ട്. ചെറിയ ട്രെയിൻ ചെയ്യിപ്പിക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഡിബ്രിങ് വന്നിട്ടുണ്ട് ഗൈസ്, കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. 99 പ്ലെയറിനെ ഷാർട്സ് ആക്കി അത്യാവശ്യം ഷാർട്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് പൊട്ടനല്ലേ ഗൈസ്. RVന് വിറ്റ് എത്ര രൂപ കിട്ടും നോക്കട്ടെ. അത് നോക്കിയിട്ട് മതി ഗൈസ്. മിക്കവാറൊരു അത്യാവശ്യം പൈസ കിട്ടേണ്ടതാണ്. 15 മില്യണോ ഒരു പ്ലെയറിനോ ഗൈസ്? ഇത് ലാഭമാണല്ലോ. 15 മില്യണോ ഇവനോ? ഇവനെ വിറ്റ നോക്കട്ടെ. ഗൈസ് ഇവനെ മേടിക്കാൻ എത്ര ആളെ? 200 ആൾക്കാർ. അല്ല സോറി, അത് വിൽക്കാനാണ് ഗൈസ്. ഒരു 14 മില്യൺ ആൾക്കാരുണ്ട്, 130 ആൾക്കാരുണ്ട് ഗൈസ് മേടിക്കാൻ. നമുക്കൊരു എന്തായാലും കുറച്ച് ടാക്സ് പോകും, അതുകൊണ്ട് നമുക്ക് ഇടാം, ഇട്ടേക്കാം ഗൈസ്. എന്തായാലും പല ചെക്കന്മാർ മേടിച്ചോട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളെന്ന് ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അതിൻ്റെ കോയിൻസ് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ ബൈ.